ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നേരത്തെ പല രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് 240 ml ആണ്. ചേരുവകളെല്ലാം ഒരേ കപ്പിൽ അളന്നെടുക്കുക. ഞാനിവിടെ കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ല കളർ കിട്ടും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പാനി കാച്ചിയെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. അപ്പോൾ ദാ വെള്ളം തിളച്ച് ശർക്കരയെല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 3 മണിക്കൂർ മുന്നേ പച്ചരി കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇത് 1 കപ്പ് അരിയുണ്ട് കേട്ടോ. 240 ml കപ്പിൽ 1 കപ്പ് അരിയുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അവൽ. ചോറുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്താൽ മതി. ചോറില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അവൽ ചേർക്കുക. ഏത് കളർ അവൽ വേണമെങ്കിലും എടുക്കാം. ചുവന്ന അവലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം നല്ല നൈസായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള അവലാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നേന്ത്രപ്പഴമാണ് ചേർക്കേണ്ടത്. നല്ല പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ 1/2 മുറി ചേർത്ത് കൊടുക്കാം. വലിയ നേന്ത്രപ്പഴത്തിൻ്റെ 1/2 മുറി മതിയാവും കേട്ടോ. ചെറുതാണെങ്കിൽ 1/4 ഭാഗം ചേർക്കാം. 3 ഏലയ്ക്ക. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ആദ്യമേ ഫുൾ ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചതിന് ശേഷം അരച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഫുള്ള് ശർക്കര പാനി ചേർത്താൽ നേരാവണ്ണം അരഞ്ഞ് കിട്ടില്ല. ഞാനിപ്പോൾ ചൂടോട് തന്നെയാണ് ശർക്കര പാനി ചേർത്തിരിക്കുന്നത്. കുറച്ച് അരച്ചെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്, നമ്മൾ അപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്നത് പോലെ. ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ്ടോ, ഇതിപ്പം ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇരിക്കാൻ, വെള്ളം കൂടി പോകാൻ പാടില്ല. ഇനി ഇത് നമുക്ക് ഒരു 4 മണിക്കൂർ വരെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഉരുകി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർക്കുക. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. തേങ്ങാക്കൊത്തൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്. ഇനി ഇത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യണില്ല. ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ കുഴിയിൽ നിറയുന്ന രീതിയിൽ എണ്ണ ഒഴിക്കരുത്, എന്നാലും നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ എണ്ണ പൊങ്ങി പുറത്തോട്ട് പോവും. കുഴിയുടെ പകുതി ഭാഗം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായിട്ട് വരണം. തീ സിമ്മിനും മീഡിയത്തിനും ഇടയ്ക്കാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. തീ കൂട്ടിയിട്ടാൽ ഉണ്ണിയപ്പം കരിഞ്ഞു പോവും, അകമൊന്നും വെന്തും കിട്ടില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടാൻ നോക്കുമ്പോൾ ഒട്ടിയിരിക്കുകയാണ്, ഇളകി വരുന്നില്ലെങ്കിൽ ഉണ്ണിയപ്പം വെന്തിട്ടില്ല, അതുകൊണ്ടാണ് ഇളകി വരാത്തത്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. ഇനി താഴ്ഭാഗവും നന്നായിട്ട് വെന്ത് വരണം. നേരത്തെ എടുത്തതിൻ്റെ അത്ര സമയം എടുക്കില്ല കേട്ടോ. താഴ്ഭാഗം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം എടുത്ത് മാറ്റാം. അപ്പോൾ കുറേ എണ്ണയൊക്കെ അങ്ങ് പോവും. ഇനി അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുക. ഞാനിപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 17 എണ്ണം ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല. നമ്മൾ സാധാരണ പഴം ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നി നേന്ത്രപ്പഴം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ചില കടകളിൽ നിന്നൊക്കെ ഉണ്ണിയപ്പം വാങ്ങുമ്പോൾ ഇതുപോലെ പഞ്ചസാര മുകളിൽ പൊതിഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇരിക്കാൻ വേണ്ടി ചെറുതായിട്ട് പഞ്ചസാര ഞാൻ വിതറി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക.
ഇത് പെട്ടെന്ന് തന്നെ പാത്രം കാലിയാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.